കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്തബന്ധുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രക്തദാന കോർഡിനേറ്റർമാർക്കായി ആദരവ് നൽകി. ഫോർട്ട് കൊച്ചി പള്ളത്തിരാമൻ ഹാളിൽ നടന്ന ചടങ്ങ് MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്തബന്ധുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ബ്ലഡ് കോർഡിനേറ്റർമാർക്ക് ആദരവ് നൽകി. പള്ളത്തിരാമൻ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. സാർവത്രികമാകാനുള്ള കാരണം ഈ രംഗത്ത് രക്തദാനത്തിന്റെ മേഖലയിൽ ഉണ്ടായിരുന്ന പൊതുജനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന സംശയങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഒരാളെ രക്തദാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിലൂടെ അദ്ദേഹത്തിന് പുതിയ ബ്ലഡ് ഉണ്ടാകുന്നത് മാത്രമല്ല മറ്റു ജീവരക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിൽ ഇത് കുറെ മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട്. മാറ്റങ്ങൾ എടുത്തെന്ന് പറയുന്നത് ബ്ലഡ് കൊടുക്കുന്ന ഒരാള് എൻ്റെ പീരീഡുകൾ മുമ്പ് 6 മാസമാണെങ്കിൽ ഇപ്പോൾ 3 മാസമാക്കിയിട്ടുണ്ട്. വയസ്സിൻ്റെ പരിധി 60 ആക്കിയിട്ടുണ്ട്. മറ്റു രോഗങ്ങളുടെ കാര്യങ്ങളിൽ അങ്ങനെ ഉള്ള ഒരു വലിയ മാറ്റം ഈ മേഖല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ സന്നദ്ധരായി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും രക്തദാന മേഖലയിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുകയും ഓരോ ജില്ലകളിലും നൂറുകണക്കിന് മനുഷ്യർക്ക് രക്തം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് അവർക്ക് ലഭിക്കാൻ വേണ്ടി സേവനം ചെയ്തവരെയുമാണ് സംസ്ഥാന തലത്തിൽ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചത്. സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ഇതുവരെ ഓരോ ദിവസവും 8-9 ഹോസ്പിറ്റലിലേക്ക് 50 പേര് 60 പേരേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നമ്മളാരും പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ബ്ലഡ് വന്നു, ആവശ്യം വരുന്നു, നമ്മൾ വിളിക്കുന്നു, പിന്നെ അയാളെ കുറിച്ച് അന്വേഷിക്കാറ് പോലുമില്ല. അപ്പൊ ആ ഒരു തരത്തിലുള്ള വളരെ പുണ്യകരമായ ശ്രമങ്ങൾ നടത്തുന്ന, ഏറ്റവും മഹത്തായ കർമ്മങ്ങൾ നടത്തുന്ന ഏകദേശം 200ഓളം പേരെ ഇവിടെ ആദരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 31 വർഷത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി കാണുകയാണ്. കൊച്ചി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA മനാഫ്, കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത്, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, മഞ്ജു അനിൽകുമാർ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ മുകേഷ് ജെയിൻ, ഡോക്ടർ സജിത് വിളമ്പിൽ, മോട്ടിവേഷൻ സ്പീക്കർ ലക്ഷ്മി ജെയിൻ, സാമൂഹ്യ പ്രവർത്തകൻ ഷമീർ വളവത്ത്, MS അബ്ദുൾ റൌഫ്, ബ്ലഡ് കോർഡിനേറ്റർ അനീഷ് കൊച്ചി, ഷീജ സുധീർ, CT താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങളെല്ലാവരും ഏർപ്പെടുന്നത്. നിങ്ങളാ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ അങ്ങോളമുള്ള ഈ 14 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കോർഡിനേറ്റർമാരുടെ സമഫലമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒട്ടനവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. സൊസൈറ്റി സെക്രട്ടറി ഷംസു യാക്കൂബ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പള്ളുരുത്തി നന്ദിയും പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് IMA എറണാകുളവുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും നടത്തിയിരുന്നു. തുടർന്ന് കൊച്ചിയിലെ കലാകാരന്മാരുടെ ഗാനവിരുന്നും അരങ്ങേറി. കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. എല്ലാവരും സുഖത്തോടുകൂടി ജീവിക്കണം, എല്ലാവർക്കും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നൽകണം. സാമ്പത്തികമായും അല്ലാതെയും ബ്ലഡ് കൊടുത്തും ഒക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് കാലത്ത് ഓരോ സമയങ്ങളിൽ 20 ഒരാൾക്ക് ആവശ്യം വന്നത്. അതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റിയത് ഇവിടെയുള്ള നല്ല സന്മനസ്സുള്ള ആളുകളുടെ ഒറ്റ ഇതുകൊണ്ടിട്ട് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.